ഝാർഖണ്ഡിലെ റാഞ്ചിക്കടുത്തുള്ള ഗ്രാമത്തിലെ നുഴമാൻ അൻസാരി, തൗഫീഖ് അൻസാരി, തഹസീൻ അക്തർ, ഹൈദർ അലി എന്നിവരെയാണ് കേസിൽ ആരോപണ വിധേയരാക്കിയിരിക്കുന്നത്. ഇതിൽ തഹസീൻ അക്തറെയും ഹൈദർ അലിയെയും അറസ്റ്റ് ചെയ്തു. ബാക്കി രണ്ടുപേരെ കണ്ടെത്താനായിട്ടില്ല. നരേന്ദ്രമോദി പങ്കെടുത്ത BJPയുടെ ഹുങ്കാർ റാലിയിൽ പൊട്ടിക്കാനായി ഓരോരുത്തർക്കും 3 ബോംബ് വീതം ആക്രമണം ആസൂത്രണം ചെയ്തവർ നൽകിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രതിഫലമായി 5000 രൂപ വീതം കൊടുത്തുവെന്നും അവർ ആരോപിക്കുന്നു. ഈ 4 പേരും മുമ്പ് ക്രിമിനൽ കേസുകളിൽ ആരോപണ വിധേയരായിട്ടില്ല. നുഴമാൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് ഉമ്മയും സഹോദരിയും രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണങ്ങൾ ഭയന്ന് ഒളിവിൽ പോയ ഇയാൾ തിരിച്ചെത്തുമോയെന്ന് സംശയമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ മുജാഹിദിന്റെ റാഞ്ചി സംഘത്തിലേക്ക് 1 മാസം മുമ്പെത്തിയവരാണിവരെന്നാണ് പോലീസിന്റെ വിശദീകരണം. അതിനിടെ സ്ഫോടനക്കേസിൽ ആരോപണ വിധേയനായ ഐനുൽ ഏലിയാസ് താരിഖ് ആശുപത്രിയിൽ മരിച്ചു. പട്ന റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിലാണ് ഇയാൾക്ക് പരുക്കേറ്റത്. ബോംബ് വെച്ചവരിൽ ഒരാളാണ് താരിഖെന്ന് പോലീസ് ആരോപിക്കുന്നു. ദർഭംഗയിൽ നിന്ന് അറസ്റ്റിലായ മെഹറെ ആലം ഇന്നലെ NIA കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.